ഹലോ ഗായ്സ്, ഫണ്ട 2.0 പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയാവാൻ 10 മിനിറ്റ്. ഇടയത്താഴം കഴിക്കാൻ വേണ്ടി എണീറ്റതാണ്. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാം. ഇതാണ് എൻ്റെ ഫുഡ്: നേന്ത്രപ്പഴം, ബ്രെഡ്, ചായ. പൊട്ടിയ മുട്ട വെന്തില്ലടാ. വേവാത്ത മുട്ട കൊണ്ടിട്ടിട്ട് പൊട്ടിയുന്നു. കുഴപ്പമില്ല, മതി. ഫുഡൊക്കെ കഴിച്ചു തീർന്നു. നേരെ അടുക്കളയിട്ട് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം 5:30 ആകുമ്പം ബാങ്ക് കേൾക്കും. സുബഹി ബാങ്ക് കേൾക്കും. ബാങ്ക് കേട്ടിട്ട് നിസ്കരിച്ചിട്ട് കിടക്കണം. ഗൈസ്, അപ്പോൾ സമയം രാവിലെ 8:15. ഇന്നത്തെ കലാപരിപാടികൾ എന്തെന്ന് വെച്ചാൽ ഷോർട്സ് എഴുതണം, എടുക്കണം ഇന്നത്തേക്ക് വേണ്ടി. പിന്നെ ലോങ് വീഡിയോസ് എഴുതണം. ഇപ്പം നോമ്പൊക്കെയായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെയാണ് ലോങ് എടുക്കുന്നത്. നോമ്പൊക്കെയായതുകൊണ്ട് എല്ലാവരും ഉണ്ട്, അപ്പോഴേക്കും നേരത്തെ എഴുതണം. ഇതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ. പിന്നെ വേറെ എന്തിനുണ്ട്? നമ്മളെ വീഡിയോസിൽ കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയുടെ കാര്യം. അപ്പോൾ വേറെ ഒന്നുമല്ല, മുടിയൊന്ന് ട്രിമ്മ് ചെയ്ത് സംഭവം ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് 1 വർഷം മുന്നേ. അത് ഫ്രണ്ട് പോർഷനാണ് ചെയ്തത്. അപ്പോൾ ഈ ജനുവരിയിൽ ഞാൻ ബാക്ക് പോർഷൻ കൂടെ, അതായത് ബാക്കി ഈ പോർഷനും കൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത്, അപ്പോൾ അതിന് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി മുടി മൊത്തം ട്രിം ചെയ്തതാണ്. അതാണ് ഈ കോലം. കുറച്ചൊക്കെ കഴിയുമ്പോൾ വളർന്നു വരും മൊത്തത്തിൽ എന്ന് തോന്നണം. ബോയ്സ്, ഞാനും ഉമ്മായും കൂടി താഴെ വീട്ടിൽ പോവുകയാണ്. കുറച്ച് വിറകെടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ വെച്ചാണ് താഴത്തെ തയ്ക്കാവിലത്തേക്ക് കഞ്ഞി വയ്ക്കണം. ഉമ്മായി വാപ്പായും കൂടെ ചേർന്നാണ് തയ്ക്കാവിൽ കഞ്ഞി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വിറകെടുക്കാൻ പോകണം. അപ്പോൾ താഴോട്ട് പോവുകയാണ്. ഹംദാൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഹംദാൻ ഇവിടെ ഇല്ല. ഹംദാൻ സിതാൻകുട്ടിനെയും കൊണ്ട് ഇവിടെ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. ഹലോ കുഞ്ഞുമ്മ, ഹായ്. ഹംദാൻ എത്തിയിരിക്കുകയാണ്. അതൊരു സന്തോഷ വാർത്ത ഉണ്ട്. ഹംദാന് ലൈസൻസ് കിട്ടി. നീണ്ട 3-4 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം, എത്ര മാസം കൊണ്ട് എൻ്റെ അടുത്ത് പറയണ്ടാ, ഇപ്പോഴാണ് എടുത്തത്. ഇത്രയും നാൾ എന്താണ് എടുക്കാതിരുന്നതിൻ്റെ കാര്യം? പേടിച്ചിട്ടാണ്. അതൊക്കെ പോട്ടെ, വീഡിയോ എന്തരായി? വീഡിയോ ഇപ്പോൾ തുടങ്ങും. എടാ, ഇവ എന്തിനാ ഇവ നശിപ്പിക്കുമെന്ന് തോന്നുന്നു. പോയിട്ട് ഇന്നത്തെ വീഡിയോ എടുക്കണ്ടേ? ഇന്നത്തെ വീഡിയോ എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് വന്നാടാ. ഓക്കെ. ഇതന്നെ വല്ലതും നടക്കുമോ? റിയൽ ജലജാൻ്റെ ചന്ദ്രി ഇവിടെയാണ് വരവെടുക്കാൻ വന്നത്. ഇതാ ഭയങ്കര വെയിൽ. ഓ, ഇത് മതി. മതിയല്ലേ? മതി. എൻ്റെ അമ്പോ, മുടിഞ്ഞ വെയിൽ. അങ്ങനെ കഞ്ഞിക്കുള്ള വിറവൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി കുറച്ച് നേരം ഉമ്മയെ സഹായിക്കണം. കഞ്ഞിക്ക് വേണ്ടിയുള്ള ഉള്ളിയും സളാവയൊക്കെ അരിയണം. സമയം 1 മണിയാവാൻ 5 മിനിറ്റ്. ഹംദാനുണ്ട്, ആദ്യമുണ്ട്. ലോങ് വീഡിയോ എടുക്കാൻ, എഴുതാൻ പേനയുണ്ട്, ബുക്കുമുണ്ട്. സാധനമില്ല. 1 മണിക്കൂറായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. മതി, പറയടാ. എന്താണേ അല്ല, കണ്ടന്റ് ഉണ്ടെങ്കിൽ പറയടേ. വെയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം.
ഗൈസ് നീണ്ട 2 മണിക്കൂറിന് ശേഷം വീഡിയോ എഴുതി തുടങ്ങി. നമ്മൾ എന്തൊക്കെ എഴുതുന്നുണ്ട്. അപ്പം നോക്കിയപ്പം നല്ല പോവടിക്കുന്നുണ്ട്. പുറകിലൊന്ന് നോക്കിയപ്പം കഞ്ഞിക്കുള്ള തീ കത്തിച്ചു, കലം വെച്ചു. നമുക്കത് കാണാം. സംഭവം ഇവിടെ വെച്ചാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കണം. ഇതാ ഇത് മാറ്റിയാണെങ്കിൽ ഞാൻ ആ അമ്മച്ചി ഇറക്കി, നിങ്ങൾ ഇളക്കി ഇളക്കി. മണം വരണ അമ്മ. ഇട്ടില്ലല്ലേ, അരി ഇട്ടില്ലല്ലേ? പച്ചക്കറി വേവൂല തന്നെ വേവണല്ലേ? കഞ്ഞി ഇവിടെ കിടന്ന് തിളക്കിയാണ്. ഇവിടെ കിടന്ന് തിളക്കട്ടെ. നമുക്ക് പോയി ബാക്കി വീഡിയോ എഴുതാം. ശരിയാടാ. നമ്മളിങ്ങനെയൊക്കെയാണ് വീഡിയോ എഴുതാറ്. നീണ്ട 2-3 മണിക്കൂറിന് ശേഷം വീഡിയോ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഉടനെ വരുന്നതായിരിക്കും. എന്തൊരു നിങ്ങൾ ഒരു കഞ്ഞി എടുക്കാൻ പോയതാണ്. കഞ്ഞി എടുക്കുകയാണ്. നമുക്കിനി കഞ്ഞി എന്തായെന്ന് നോക്കാം. കഞ്ഞി കോരുന്നതാണ്. ഇനി ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ബാക്കി പള്ളിയിൽ കൊടുക്കും. ഇതാ കഞ്ഞി നൗഫലിക്ക് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം. പിന്നെ മണം പിന്നെ വരൂലേ? നമ്മളെന്ത് ചെയ്യാൻ പറ്റും? മൂക്കടച്ച് വയ്ക്കാൻ പറ്റും. ഒരു സീനില്ല, അറിയാതെ വെളുത്ത് കയറ്റിയതാണ്. നോമ്പായിട്ട് നാളെ ഗാനമേള അകത്ത് കേൾക്കാം. അതന്നെ സമയം അപ്പം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റായി. ഇനി നേരെ ജിമ്മിലോട്ടാണ്. നോമ്പൊക്കെയായതുകൊണ്ട് ജിമ്മിൽ പോയി ചെറിയ വർക്കൗട്ട് എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഞാൻ പോയിട്ട് 1 മാസമായി ജിമ്മിൽ. കാരണം മുടി ട്രാൻസ്പ്ലാന്റ് ശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നോമ്പ് കൂടെ ആയതുകൊണ്ട് ചെറിയ വർക്കൗട്ടുകൾ, സ്ലൈറ്റ് വർക്കൗട്ടുകൾ എടുക്കണം. അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ജിമ്മിൽ എൻ്റെയോടൊപ്പം പോകാൻ നാദിമുണ്ട്, യാസീനുണ്ട്. യാസീനുണ്ട്, ആസിഫുണ്ട്. എന്താ പറഞ്ഞാടാ? കഞ്ഞി കുടിക്കാണോ? എടാ നോമ്പുണ്ടാടാ എനക്ക്? ഓക്കെ പോവാ. ജിമ്മിൽ പോകാൻ വേണ്ടി തിരഞ്ഞെടുത്ത വാഹനം കാറാണ്. നമ്മുടെ 4 പേരുണ്ട് പോകാൻ, അതുകൊണ്ട് കാർ എടുത്ത്. ജിമ്മിൽ പോകുന്ന വഴിക്ക് ചിന്തു എന്ന മൊണ്ണയെ നമ്മൾ പരിചയപ്പെട്ടു. വാടാ, നമ്മൾ ജിമ്മെത്തി. ഇനി ക്യാമറയും മൈക്കും കൈകാര്യം ചെയ്യുന്നത് ചിന്തു ആയിരിക്കും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, ഇവനാണ് മറ്റേ കുളുടെ ബായ്, ഇന്നെ വിട്ടു ബായ്. ആ രംഗം അഭിനയിച്ചത് ഇവനാണ് വാറിൽ. നൗഫൽ ഇതാ വെയിറ്റ് നോക്കുന്നു. എത്ര കിലോ? 81 കിലോ ഉണ്ട് നൗഫൽ. വർഷത്തിലൊരിക്കൽ മാത്രം ജിമ്മിൽ വരുന്ന യാസീൻ. മതി. ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ സാഹചര്യത്തിൽ അതാ പാട്ട് കേട്ടപ്പോൾ നാദിക്ക് രോമാഞ്ചം, ആസിമിനും രോമാഞ്ചം. ഗൈസ്, അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട്. ആസിഫ്, എങ്ങനെ ഉണ്ടായിരുന്നല്ലോ വർക്കൗട്ട്? നോമ്പ് പിടിച്ച് തളച്ചൊക്കെ ഉണ്ടോ? ആസിന് എങ്ങനെ ഉണ്ടോ? അതിന് എന്തിനു കളിച്ച്? ഗൈസ്, അപ്പോൾ സമയം 6:15. ഇനിയിപ്പം കുളിച്ച് വൃത്തിയായി. അപ്പോൾ നേരെ പള്ളിയിലോട്ട് പോകണം. ഇവിടെ ഇരിക്കുന്ന കഞ്ഞിയും പയറും അവിടെ എത്തിക്കണം. കഞ്ഞി കൊണ്ടുപോകാൻ എൻ്റെ സഹപാഠി ആസിഫും കൂടെയുണ്ട്. ഗൈസ്, അപ്പോൾ നേരെ പള്ളിയിൽ പോയി നോമ്പൊക്കെ മുറിച്ച് നിസ്കരിച്ച് കഞ്ഞി കുടിച്ചതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ഇനി വീട്ടിലെന്താണ് കഴിക്കാനുള്ളതെന്ന് നോക്കാം. ചിക്കൻ, ബോണ്ട, ഇതെന്തൊരു കോളിഫ്ലവർ, ഇത് ചിക്കൻ ഫ്രൈ, കഷ്ണമില്ല തോന്നുന്നു. ബാക്കി ഇവിടെ പോയാൽ എന്തോ. പിന്നെ ഫ്രൂട്ട്സ്, ഞാൻ പള്ളിയിൽ പോയി കഴിക്കണോണ്ട് പിന്നെ വേറെ അങ്ങനെ ഇല്ല. പിന്നെ കഞ്ഞിയൊക്കെ വേറെ ആർക്കും കോരി വെച്ചിരിക്കുന്നതാണ്. ലപ്പം, ഇതൊക്കെയാണ്. അപ്പോഴിതൊക്കെയാണ് ഇന്ന് ഇപ്പം കഴിക്കാൻ പോകുന്ന ഫുഡ്.
ഇനിയിപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം കിടക്കും. അതിനുശേഷം 8 മണിയാകുമ്പം ബാങ്ക് കേൾക്കും. ബാങ്ക് കേട്ട് പോയി നിസ്കരിക്കും. തറാവീഹ് നിസ്കാരത്തിന് ശേഷം വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വരും. എന്നിട്ട് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് കിടന്നുറങ്ങും. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ എത്രമാത്രം ശരിയായെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.